Hi dear friends, welcome back to our class. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. റിയൽ നമ്പേഴ്സ് എന്ന ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ആക്ച്വലി 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മിക്കപ്പോഴും ആ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നത്. എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓൾറെഡി ലീനിയർ ഇക്വേഷൻസ്, പോളിനോമിയൽസ്, ട്രയാങ്കിൾസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കുട്ടികൾ കാണണം. കൂടാതെ എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നുള്ള എക്സസൈസ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ഇൻട്രൊഡക്ഷനൊക്കെ തന്നെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പല കുട്ടികളും എന്നോട് ആവശ്യപ്പെടുന്നുണ്ട് അത് അപ്ലോഡ് ചെയ്ത് തരുമോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ചാനലിൻ്റെ പേരടിച്ചിട്ട് ആ ചാപ്റ്റർ നമ്പർ കൊടുത്താൽ മതി, നിങ്ങൾക്ക് കിട്ടും എക്സസൈസ് നമ്പർ ഉൾപ്പെടെ. ഓക്കെ. അതുപോലെ തന്നെ ചില കുട്ടികൾ ചോദിക്കുന്നുണ്ട്, നമ്മളിപ്പോൾ പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അത് പ്രൂവ് ചെയ്യുമ്പോൾ നമുക്ക് 3 മാർക്ക് 4 മാർക്ക് കിട്ടും. അത് MCQ ആയിട്ട് വരുമോ ഇല്ലേ എന്നുള്ളത്. ഒത്തിരി ലെങ്തി ആയിട്ടൊക്കെ ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ വരാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ അതിൻ്റെ കോൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതാണ് ക്വസ്റ്റ്യൻ. As we know, cleanliness leads to good health and orderliness makes a person better organized in life. To maintain good habits and awareness about the environment, schools and co-study space nowadays have several magazines and books about the environment. The library of the school ABC contains books on environment and cleanliness that are placed in the front shelf. There are 3 sets of English, Hindi and sociology books dealing with the cleanliness. These are stacked in such a way that all books are stored topic wise and the height of each stack is the same. The number of English book is 96, number of Hindi book is 240 and the number of sociology book is 336. അപ്പോൾ നമ്മളിവിടെ നോട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് ബുക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളതും പിന്നെ നമ്പർ ഓഫ് ബുക്കുമാണ് അല്ലേ. എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നോക്കൂ. Books are stacked in such a way that all books are stored topic wise and the height of each stack is the same. That is the clue. And number of English book 96, Hindi 240, sociology 336. ഇതുപോലെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. നമുക്കിനി ഇതിലുള്ള ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് സോൾവ് ചെയ്യാം. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. LCM ഓഫ് 96, 240 ആൻഡ് 336. ചെയ്തേ, ലോങ് ഡിവിഷൻ ചെയ്താൽ മതി കേട്ടോ. ശ്രീകൃപ്പം ചെയ്യും. ഇതാണ് നമ്പേഴ്സ് എഴുതി വെച്ചോ ഓൾറെഡി. ചെയ്തു. എല്ലാ നമ്പറും ഏതുകൊണ്ട് ഡിവിസിബിളാ? 2. ഓക്കെ. 48 റൈറ്റ്. അടുത്തത് 1 2 0. ഓക്കെ. അടുത്ത നമ്പർ 6 8. ഓക്കെ. ചെയ്തു. ഇനി 2 കൊണ്ട് ഡിവിസിബിൾ അല്ലേ? 24. ഓക്കെ. 60. ഓക്കെ. 84. ഓക്കെ റൈറ്റ്. സ്പീഡാക്കടോ. MCQ ക്വസ്റ്റ്യനൊക്കെ വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ സ്പീഡിന് ചെയ്യണ്ടേ കുഞ്ഞേ. ഇനിയുണ്ട് 2. ഓക്കെ. ഇനി 3. ഓക്കെ. 7 1 1 1. അപ്പോൾ ഈ നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റാണ് LCM. എത്ര വന്നേക്കണേ? 2 5. മൾട്ടിപ്ലൈ ചെയ്തോ. അപ്പോൾ എത്രയായി? 2 എത്രയാടോ? എത്രയാ? 2 32 അല്ലേ? 32 × 3 × 5 × 7 ചെയ്തോ. ചെയ്തോ, കുഴപ്പമില്ല. നല്ല പ്രഷർ കൊടുക്കുന്നുണ്ട്. ഓക്കെ. 3360 ആണ് നമ്മുടെ ശ്രീകറിന് കിട്ടിയിരിക്കുന്നത്. ഓപ്ഷനിൽ ആൻസർ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഉണ്ടോ? ഓക്കെ. ഇതാണ് ആൻസർ അല്ലേ? ഓക്കെ. ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ.
assuming that the books are of the same thickness, determine the number of stacks of English, Hindi and sociology books respectively. Okay. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്? ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? HCF ഫൈൻഡ് ചെയ്യണം. നമ്പർ ഓഫ് ബുക്സിൻ്റെ നമ്മുടെ കയ്യിലുണ്ടല്ലോ ഓരോന്നും. അപ്പോൾ ഇതിൻ്റെ HCF ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? പ്രൈം ഫാക്ടറൈസ്. അപ്പോൾ ഓരോ നമ്പറും പ്രൈം ഫാക്ടറൈസ് ചെയ്തോളൂ. 96 ചെയ്യൂ. ഇച്ചിരി കൂടെ സ്പീഡ് ആവുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ വെച്ചേ അല്ലേ? അപ്പം 96 നമുക്ക് എങ്ങനെ എഴുതാം? 2 raised to 5 into 3. ഓക്കെ. അടുത്ത നമ്പർ ചെയ്തേ 240. അടുത്തത് 336 കൂടെ ചെയ്തോളൂ. ടു ഉണ്ട്. 1 6 8. ഓക്കെ. 8 4. ഓക്കെ. ഇനി 3 7. അപ്പോൾ 2 raised to 4 into 3 into 7. ഓക്കെ. ഇതാണ് നമുക്ക് കിട്ടിയ പ്രൈം ഫാക്ടേഴ്സ് അല്ലേ? അപ്പോൾ HCF എന്ന് പറയുന്നത് എന്താണ്? പ്രോഡക്റ്റ് ഓഫ് പ്രോഡക്റ്റ് ഓഫ് കോമൺ പ്രൈം ഫാക്ടേഴ്സ്. കോമൺ ആയിട്ടുള്ള പ്രൈം ഫാക്ടേഴ്സിൻ്റെ ലോവസ്റ്റ് പവറിൻ്റെ പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഇതിൽ കോമൺ നമ്പർ ഏതുണ്ട്? 2 ഇല്ലേ? അതിൻ്റെ ലോവസ്റ്റ് പവർ എത്രയാണ്? 2 raised to 4. അപ്പോൾ HCF എഴുതും. HCF ഈക്വൽ ടു 2 raised to 4 into എന്ത് വരും? പിന്നെ അടുത്ത കോമൺ നമ്പർ ഏതാ അതിനകത്ത് നോക്കൂ? 3 എല്ലാത്തിലും. ഓക്കെ. ഇൻറ്റു 3 മൾട്ടിപ്ലൈ ചെയ്തേ. 2 raised to 4 എത്രയാ? 16 ഇൻറ്റു 3 48. ഓക്കെ. അപ്പോൾ HCF കിട്ടി. ഇനി നിങ്ങളുടെ ചോദ്യം എന്താണ്? ഡിറ്റർമിൻ ദ നമ്പർ ഓഫ് സ്റ്റാർട്ട്സ് ഓഫ് ഈച്ച് ഇംഗ്ലീഷ്, ഹിന്ദി, സോഷ്യോളജി. അപ്പോൾ ഇംഗ്ലീഷ് എത്ര നമ്പർ ഓഫ് ബുക്കായിരുന്നു? 96. ഓർഡറിലാണോ ഞാൻ? 96 240 ഇങ്ങനെ ആയിരുന്നു അല്ലേ? അപ്പോൾ നമ്പർ ഓഫ് സ്റ്റാക്സ് ഓഫ് ഇംഗ്ലീഷ് എങ്ങനെ കാണണം നമ്മൾ? എഴുതും. അപ്പോൾ നമ്പർ ഓഫ് ഇംഗ്ലീഷ് ബുക്ക് എത്ര വരുന്നത്? എഴുതൂ. ഇംഗ്ലീഷ് 96 divided by 48, that is 2. അടുത്ത നമ്പർ ഓഫ് ഏത് ബുക്കാ? ഹിന്ദിയുടെ 48. റൈറ്റ്. എത്ര വരും? 48 ഇൻറ്റു ഞാൻ പറഞ്ഞിട്ടില്ല, ഒരു നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്താൽ അപ്പം കിട്ടും. 48 ഇൻറ്റു 5 ആണ്. ഓക്കെ. അപ്പോൾ അത് 5. ഇനി അടുത്തത് നമ്പർ ഓഫ് സോഷ്യോളജി അല്ലേ? 336 ഡിവൈഡഡ് ബൈ 48. 7ൻ്റെ മൾട്ടിപ്പിൾ ആണ്. ഓക്കെ. അപ്പോൾ ആൻസർ വന്നത് 257. ആൻസർ ഉണ്ടോ? ഉണ്ടാവണമല്ലോ. യെസ്. ഇതാണ് നമ്മുടെ ആൻസർ 257. ഓക്കെ. സോ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ ഇൻ ദ ഗിവൺ ഫിഗർ. ശ്രദ്ധിച്ച് നോക്കൂ. ചെയ്തോളൂ. എക്സ് എത്ര വരും? 3 into 7. അപ്പോൾ എക്സ് 21. ഓക്കെ. എക്സ് 21 ഉള്ള 2 ഓപ്ഷൻ ഉണ്ട്. ഇനി വൈയോ? 21 4 84. അപ്പോൾ ആൻസർ എക്സ് 21 വൈ 84 ബി. ഓക്കെ. സോ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് 2 പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് എ ആൻഡ് ബി ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ എക്സ് വൈ ക്യൂബ് ആൻഡ് ബി എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ഇസഡ് അല്ലേ? എക്സ് സ്ക്വയർ അല്ലല്ലോ, എക്സ് റൈസ് ടു 4 വൈ സ്ക്വയർ ഇസഡ്. എക്സ് വൈ ബീയിങ് പ്രൈം നമ്പേഴ്സ്, ദെൻ HCF ഓഫ് എ ബി. ഇതിലേതാണെന്നാണ് പറഞ്ഞേ. HCF എങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്? പ്രോഡക്റ്റ് ഓഫ് ദ കോമൺ പ്രൈം ഫാക്ടേഴ്സ് വിത്ത് ലോവസ്റ്റ് പവർ ആണ്. അപ്പോൾ ഇതിനകത്ത് രണ്ടിലും എക്സ് കോമൺ ആയിട്ടുണ്ട്. എക്സിൻ്റെ ലോവസ്റ്റ് പവർ എക്സ് റൈസ് ടു 1 ആണ്. അപ്പോൾ എക്സ് ആണ്. അടുത്തത് വൈയുടെ എന്ത് വരും എന്ന് പറയൂ? വൈ സ്ക്വയർ. കാരണം ഇത് വൈ റൈസ് ടു 3 ആണ്. അപ്പോൾ വൈ സ്ക്വയർ ആണ് ലോവസ്റ്റ് പവർ. സോ വാട്ട് ഇസ് ദ ആൻസർ? HCF എക്സ് വൈ സ്ക്വയർ. ഏതാ? ആദ്യം വേറെയാണല്ലോ പറഞ്ഞത്. ഓക്കെ. എക്സ് വൈ സ്ക്വയർ. അപ്പോൾ ഓപ്ഷൻ എ. റൈറ്റ്. ഓക്കെ.
അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.